ഇത് കണ്ടാ നിങ്ങൾ എൻ്റെ ഈ വീട്ടിൻ്റെ മുറ്റത്ത് പ്ലാന്റ് ചെയ്ത ഒരു അബിയു പഴച്ചെടിയാണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പഴങ്ങളായിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇഷ്ടം പോലെ എല്ലാ ഭാഗത്തും. ഇത് ഒരു ഏകദേശം നല്ല ഹൈറ്റിൽ തന്നെ വന്ന ഒരു നിലത്ത് പ്ലാന്റ് ചെയ്ത ഒരു അബിയു പഴച്ചെടിയാണ്. ഇതിൻ്റെ പരിചരണം ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് ഇതുപോലെ അബിയു പഴം നമുക്ക് ലഭിക്കുകയുള്ളൂ. എല്ലാവരുടെയും ഒരു സംശയമാണ് അബിയു നന്നായിട്ട് പൂക്കുന്ന ഒരൊറ്റ പൂവ് പോലും കായായിട്ട് മാറുന്നില്ല എന്നുള്ളത്. അതായത് അബിയു പഴച്ചെടിക്ക് പരിചരണം ഓക്കെ ആയാൽ മാത്രമേ ഇതുപോലെ നമുക്ക് അബിയു ഫ്രൂട്ട്സുകൾ ലഭിക്കുകയുള്ളൂ. കണ്ട ഈ ഭാഗത്തൊക്കെ പച്ച നമ്മുടെ കായ്കളായിട്ടുണ്ട്. ഇതാ ഈ ഭാഗത്തൊക്കെ കണ്ട്, ഇതെല്ലാം താഴെ ഭാഗത്താണിതാ. എന്നാൽ ഈ അബിയു പഴച്ചെടി പൂക്കും, നന്നായിട്ട് പൂക്കും. എല്ലാ പൂവുകളും നമുക്ക് പഴമായിട്ട് കിട്ടില്ല. നമുക്കൊരു ഏകദേശം ഒരു 25% മാത്രമേ നമുക്ക് ഈ അബിയു പൂവ് നമുക്ക് പഴമായിട്ട് കിട്ടുകയുള്ളൂ. ഇത് കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ ഉണങ്ങിയിട്ട് കാണില്ല, കുറേ ഇങ്ങനെ പോകും. നന്നായിട്ട് തന്നെ ഈ കൊമ്പിന് താങ്ങാൻ പറ്റാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ അബിയു പഴച്ചെടി നമുക്ക് പൂത്ത് കിട്ടുന്നതാണ്. പക്ഷേ കായ്കൾ നമുക്ക് ഒരു 25% മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. കാരണം ഇത് മൊത്തത്തിൽ ഈ പൂവുകൾ കായായിട്ടുണ്ടെങ്കിൽ അബിയു മരത്തിന് താങ്ങാൻ പറ്റില്ല, കംപ്ലീറ്റ് കമ്പൊടിഞ്ഞു പോകും. അപ്പം ഇതിൻ്റെ പരിചരണം എന്താണ്, എങ്ങനെയാണ് ഇത് കായായിട്ട് മാറേണ്ടത് എന്നുള്ള ഫുൾ വീഡിയോ ഞാൻ ഈ ഞായറാഴ്ച എൻ്റെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം ഞാനെൻ്റെ ഈ അബിയു പഴം ഇന്ന് വിളവെടുപ്പാണ്. കാരണം ഇനി വെച്ച് കഴിഞ്ഞാൽ ഇത് കിളികൾ കംപ്ലീറ്റ് കൊണ്ടുപോകും. ഞാനിന്ന് നമ്മുടെ അബിയു പഴവും കൂടി ഞാനിന്ന് വിളവെടുപ്പാണ്. ഞാനിതൊരു സ്റ്റാൻഡൊക്കെ വെച്ച് മുകളിൽ കയറിയിട്ടാണ്. ഞാനിതൊരു വീട്ടിൻ്റെ മുറ്റത്ത് സെറ്റ് ചെയ്തതാണ്. ഇത് കുറച്ച് ഹൈറ്റിലാണുള്ളത്. നമ്മളെപ്പോഴും അബിയു പഴച്ചെടി വെക്കുന്നുണ്ടെങ്കിൽ നിലത്ത് തന്നെ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിലത്ത് സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് പഴങ്ങൾ ലഭിക്കുകയുള്ളൂ. അപ്പം ഇന്ന് ഞാനിതിൻ്റെ വിളവെടുപ്പും കൂടെ നടത്തുകയാണ്. ഇതാ കണ്ടില്ലേ, ഏകദേശം ഒരു 400 ഗ്രാം മോളം ചില പഴങ്ങൾ നമുക്ക് തൂക്കമുണ്ട്. അപ്പം ഞാനിന്ന് എൻ്റെ അബിയു പഴം ഇന്ന് കുറച്ച് ഞാൻ വിളവെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ അബിയു പഴം. അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഈ ഞായറാഴ്ച എൻ്റെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.